ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 2026 ഫസ്റ്റ് നടത്തിയ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ചെയ്ത് നോക്കുക. പോസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് 10ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. കിടക്കാം. Choose the appropriate meaning of the idiom. ബ്ലൂ ബ്ലഡിന്റെ ഇഡിയം എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കുക നമ്മള്? ബ്ലൂ ബ്ലഡ് നമ്മൾ പഠിച്ചേ പറ്റൂ അല്ലെ? പരമാവധി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇഡിയംസ്, അതുപോലെ എൻറ്റോണിയം, സിനോണിയംസ് ഒക്കെ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതൊക്കെ പഠിച്ചു വെക്കുക. അതായത് മുഴുവൻ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? രാജകീയ കുടുംബത്തില് ജനിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് എങ്ങനെ പറയാ? ഇപ്പൊ ഒരു രാജകീയ കുടുംബത്തിൽപ്പെട്ട കുടുംബം അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ആളിന്, അല്ലെങ്കിൽ നല്ല ഉയർന്ന വംശം, ജാതിയുടെ പേരിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അവർ ഇന്ന കാസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇന്ന വംശമാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അങ്ങനെ സൂചിപ്പിക്കുന്നതാണ് ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് കേട്ടോ. രാജകീയ കുടുംബത്തിൽപ്പെട്ട ആളിനെയോ അല്ലെങ്കിൽ ഉയർന്ന വംശക്കാരനെയോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ ബ്ലഡ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാ വരിക? ആൻ അരിസ്റ്റോക്രാറ്റ് ആണ് കേട്ടോ. തെറ്റിക്കാൻ പാടില്ല. ബ്ലൂ ബ്ലഡ്, ആൻ അരിസ്റ്റോക്രാറ്റ്. ബ്ലൂ ബ്ലഡ് എന്താണ്? ആൻ അരിസ്റ്റോക്രാറ്റ്. അപ്പോ ഒരു ഉദാഹരണം പഠിക്കുകയാണെങ്കിൽ, ബ്ലൂ ബ്ലഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? He belongs to blue blood. He belongs to a blue blood family. Okay, എന്താണ്? അവൻ ഒരു രാജകീയ കുടുംബത്തിൽ നിന്നും ഉള്ളവനാണ്. മനസ്സിലായോ? ആൻ അരിസ്റ്റോക്രാറ്റ്. പഠിച്ചല്ലോ അല്ലെ. Choose the appropriate meaning of the idiom. Blue bloodന്റെ മീനിങ് എന്താണ്? ആൻ അരിസ്റ്റോക്രാറ്റ്. ആൻ അരിസ്റ്റോക്രാറ്റ്. Next one. If I had known you were in hospital, I dash you. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ ഒപ്പം കൂടുതൽ വന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിഷ്പ്രയാസം ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഇഫ് ഐ ഹാഡ് നോൺ ആണ് അല്ലെ. ഇഫ് ഐ ഹാഡ് നോൺ എന്ന് പറയുമ്പോൾ അത് എന്ത് സെന്റൻസ് ആണ്? തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇവിടെ ഹാഡ് കേട്ടോ. ഹാഡ് പ്ലസ് V3 ഫോം ആണ് അല്ലെ. അതാണ് എന്ത്? തേർഡ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഹാഡ് പ്ലസ് V3 ഫോം ആണ്. അപ്പോ ഇത് എങ്ങനെയായിരിക്കണം? ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ. പാസ്റ്റ് ഹാഡ് പ്ലസ് V3 പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? വുഡ് ഹാവ് വരണം. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരണം. ഇതായിരിക്കണം ആൻസർ. വുഡ് ഹാവ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ? വുഡ് ഹാവ് വിസിറ്റഡ്. വുഡ് ഹാവ് വിസിറ്റഡ് എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലേ. അപ്പൊ visited. If I had known you were in hospital, I would have visited you. Next one നമുക്ക് നോക്കാം. Find out the correct answer. This is an achievement dash I am proud. ഇവിടെ ഏത് റിലേറ്റീവ് pronoun ആയിരിക്കും വരിക? This is an achievement dash I am proud. ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കാനുള്ള സമയം തരുന്നത് കേട്ടോ. എന്താണ് ഇവിടെ? ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ്. എന്താ മീനിങ്? ഇത് ഞാൻ അഭിമാനിക്കുന്ന ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് അല്ലെ. ഇത് ഞാൻ അഭിമാനിക്കുന്ന ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച്. എന്താണ്? ഓഫ് വിച്ച്. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച്
of which I am proud. I am proud. This is an achievement of which I am proud. ഇത് ഞാൻ അഭിമാനിക്കുന്ന ഒരു നേട്ടമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. Report the following sentences. Don't touch me, he said to her. Don't touch me, he said to her. എന്താണ് പറയാ? ഇനി ഒന്ന് റിപ്പോർട്ട് ചെയ്യൂ. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കണം അല്ലേ? ഡോണ്ട് അല്ലേ? എന്താണ്? ഡോണ്ട് ടച്ച് മീ, ഹി സെഡ് ടു ഹെർ. ഫസ്റ്റ് നമ്മൾ ഇവിടെ ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ടത്. സെഡ് ടു എന്ന് വന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത്? ടോൾഡ് അല്ലേ? ഹി ടോൾഡ് ആരോട് പറഞ്ഞു? അവളോട് അല്ലേ? ഹി ടോൾഡ് ഹെർ, അവൻ അവളോട് പറഞ്ഞു. നോട്ട് ടു, ഇവിടെ ഡോണ്ട് എന്നല്ലേ വന്നിരിക്കുന്നത്? എപ്പോഴും റൂൾ ശ്രദ്ധിക്കണം. ഡോണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മളത് ഡയറക്റ്റ് സ്പീച്ച് ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് എന്നുള്ളത് നോട്ട് ടു ആയി മാറും. മനസ്സിലായോ? ഡോണ്ട് എന്നുള്ളത് നോട്ട് ടു ആയി മാറണം. അപ്പൊ ഇവിടെ ആൻസർ ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. നോട്ട് ടു ടച്ച് ഹിം. The thunder gradually dashed, and its rumbling is heard far away beyond the village. അതായത് ഇവിടെ കുറയുക അല്ലെങ്കിൽ ശമിക്കുക എന്ന അർത്ഥത്തില് വരുന്ന വാക്കാണ് എടുക്കേണ്ടത്. The thunder gradually, ഇടിമിന്നൽ ശബ്ദം എന്താണ്? ക്രമേണ കുറയുന്നു എന്നാണ് ഇവിടെ മലയാളത്തില് അർത്ഥം വരുന്നത്. എന്താണ്? ഇടിമിന്നൽ ശബ്ദം ക്രമേണ എന്താണ്? കുറയുന്നു അല്ലെങ്കിൽ ശമിക്കുന്നു എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ കുറയുക, ശമിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് abates ആണ് കേട്ടോ. എന്താണ്? abates. The thunder gradually abates and its rumbling is heard far away beyond the village. അടുത്ത നമുക്ക് same question, abates. Next one, ഇവിടെ എൻറ്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അണ്ടർലൈൻ ചെയ്ത എനോറമസ് അല്ലെ? എനോറമസിന്റെ എൻറ്റോണിയം. The company made an enormous profit last year. എന്താണ് ഇവിടെ വരിക? എനോറമസിന്റെ എൻറ്റോണിയം, ഓപ്പോസിറ്റ് ഇതാണ്. ഡിമിനിറ്റീവ് ആണ് കേട്ടോ. ഡി ആണ് ആൻസർ വരുന്നത്. ഡിമിനിറ്റീവ് ആണ് എനോറമസ്. നാളെ വേറൊരു എക്സാമിന് ചോദ്യങ്ങൾ വരാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ ബ്ലൂ ബ്ലഡ്, ഇനോറമസ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനോറമസ് എന്താണ്? ഡിമിനിറ്റീവ് ആണ് കേട്ടോ. എന്താണ് ഇനോറമസ് എന്ന് പറഞ്ഞാൽ? വളരെ വലുത്. ഇനോറമസ് എന്താണ്? വളരെ വലുത് എന്നാണ് അർത്ഥം. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് വളരെ ചെറുതായിരിക്കും അല്ലേ? അത് ഡിമിനിറ്റീവ്. ഇനി മാസീവ് എന്താ? മാസീവും വലുത് എന്ന് തന്നെയാണ് അർത്ഥം. കൊളോസൽ എന്ന് പറഞ്ഞാലും വലുത് എന്ന് തന്നെയാണ് അർത്ഥം. ഇമെൻസ് എന്ന് പറഞ്ഞാൽ അത്യന്തം വലുത് അല്ലേ? ഇല്ല, വളരെ വലുത് എന്ന് പറയില്ല, അത്യന്തം വലുത് എന്ന് പറയാം. ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. ഇതും വലുതാണ്, മാസീവ് വലുതാണ്. എല്ലാത്തിനും മീനിങ് പഠിച്ചോ. മാസീവ് വലുത്, ഇമ്മെൻസ് വലുത്, കൊളോസൽ വലുത്, ഡിമിനിറ്റീവ് മാത്രമാണ് വളരെ ചെറുത്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദി അഫിർമേറ്റീവ് സെന്റൻസ്. ഏതാണ് അഫിർമേറ്റീവ് സെന്റൻസ്? സബ്ജക്റ്റിൽ തുടങ്ങി എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പില് അവസാനിച്ച് അല്ലേ? അങ്ങനെയല്ലേ?
പോസിറ്റീവ് സെന്റൻസിൽ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? തന്നിരിക്കുന്ന സെന്റൻസ് ഒരു താഴെ തന്നിട്ടുള്ളതിൽ ഒരു പോസിറ്റീവ് സെന്റൻസ് ഏതാണ്? അഫർമേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ എന്താണ്? താഴെ തന്നിട്ടുള്ളതിൽ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? നമുക്കറിയാം. എ ഓപ്ഷൻ എടുക്കൂ. ഹാർഡ്ലി. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഹാർഡ്ലി, ഹാർഡ്ലി, സ്കെയർസ്ലി, അല്ലേ? നോ വൺ, നോ, നോട്ട്, ഇതൊക്കെ എന്താണ്? നത്തിങ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഹാർഡ്ലി, സ്കെയർസ്ലി, റയർലി, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ ഹാർഡ്ലി നെഗറ്റീവ് ആണ്. പിന്നെ ഫ്യൂ, ഫ്യൂ എന്താണ്? അതും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഫ്യൂ എന്താണ്? ഒരു നെഗറ്റീവ് ആണ് കേട്ടോ. എന്നാൽ എ ഫ്യൂ വന്നാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ഫ്യൂ നെഗറ്റീവ് ആണ്, എന്നാൽ എ ഫ്യൂ പോസിറ്റീവ് ആണ്. പിന്നെ ഹി ഹാഡ് സ്കെയർസ്ലി അവിടെ ഉണ്ട് അല്ലെ, ഓപ്ഷൻ ഉണ്ട്. ഇതും എന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസേ ഉള്ളൂ. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ഇതിലൊന്നും നെഗറ്റീവ് ഇല്ല. അപ്പൊ ഇതാണ് ആൻസർ കേട്ടോ. സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, നോബഡി നോസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യൂ. തന്നിട്ടുള്ള സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെ കണ്ടെത്തും? നോബഡി, ഇതൊരു നെഗറ്റീവ് ആണ്. ടാഗ് പോസിറ്റീവ് ആകണം. അപ്പൊ നെഗറ്റീവ് ടാഗ് ഉള്ളത് ഒഴിവാക്കി. ഇനി പോസിറ്റീവ് ടാഗ് എടുക്കൂ. നോസ്, നോസിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. പറയുമ്പോൾ നോബഡി എന്ന് പറയുമ്പോൾ അതിന്റെ ടാഗ് എന്തായിട്ട് മാറണം? നോബഡി എന്ന് പറഞ്ഞാൽ ടാഗില് എന്ത് വരണം? ദേ ആയിട്ട് മാറണം. നോബഡി വന്നു കഴിഞ്ഞാൽ ടാഗില് ദേ ആയിട്ട് മാറണം. നോബഡി വന്നു കഴിഞ്ഞാൽ ടാഗില് ദേ ആയിട്ട് വരണം. ദേന്റെ കൂടെ ഏതാ ഉപയോഗിക്കുക? ഡസ് ദേ എന്ന് വരുവോ? ഇല്ല. ഡസ് ദേ എന്ന് ഒരിക്കലും വരില്ല. മനസ്സിലായോ? ഡസ് ഷീ, ഡസ് ഹീ, ഇങ്ങനെയൊക്കെയാണ് വരുള്ളൂ. ഡസ് ദേ എന്ന് ഒരിക്കലും വരില്ല. ദേ എന്ന് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡു ദേ ആണ്. ഓക്കെ, ഷാൾ വി ഇല്ല. ഓക്കെ, അപ്പൊ ഡു ദേ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആൻസറിലേക്ക് കണ്ടുപിടിക്കാൻ നോസിന് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും ഇപ്പൊ കഴിഞ്ഞില്ല എങ്കിലും ഇതൊരു റൂള് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോബഡി എന്ന് തന്നിട്ടുള്ള സെന്റൻസിൽ ഉണ്ടെങ്കിൽ ടാഗ് എഴുതുമ്പോൾ അത് ദേ ആയിട്ട് മാറണം. ദേന്റെ കൂടെ ഏതാണ്? ഡു ആണ് യൂസ്. ഡു ദേ ആണ് വരിക. അതൊന്ന്. അതേപോലെ ഡിഡിൻ ദേ എന്നും വരും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ പ്രസന്റ് ഫോമിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. പാസ്റ്റ് ഫോം ആണെങ്കിൽ നമുക്ക് ഡിഡ് എന്ന് വരാം. പക്ഷെ ഇവിടെ പ്രസന്റ് ഫോമിലുള്ള സെന്റൻസ് ആയത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്താ വേണ്ടത്? ഡു ദേ ആണ് വരേണ്ടത്. അടുത്തത് ചൂസി കറക്റ്റ് വേർഡ്. സിമിലറിറ്റീസ് അല്ലെ. എന്താണ് കറക്റ്റ്? ഏതാണ് സ്പെല്ലിംഗ് വരുന്നത്? ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ ആയിട്ട് വരിക. കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് നോക്കി വെക്കുക. SIM, സിം അല്ലെ. സിം. പിന്നെ UL അല്ലെ. UL. പിന്നെ ടാനിയസ്, TANEOUS. ഫസ്റ്റ് സിം എന്ന് നോക്കൂ കേട്ടോ. സിം നമ്മൾ സാധാരണ സിം കേട്ടോ. SIM, UL സിം. പിന്നെ ടാനിയസ്, TANEOUS. മീനിങ് എന്താണ്? എന്താ? ഒരേ സമയം നടക്കുന്നത് എന്നാണ് മീനിങ് കേട്ടോ. ഒരേ സമയം നടക്കുക, ഒരേ സമയം നടക്കുന്നത്. ചില കാര്യങ്ങൾ ഒരേ സമയം നടക്കും അല്ലെ. ഒരേ സമയം നടക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ സിമിലൻസ് വെച്ചിട്ട് ഒരു ഉദാഹരണം എന്ത് പറയാം? two events happened. Two events happen simultaneously. TANEOUSLY. Okay, two events happen simultaneously. Okay, ഒരേ സമയം നടക്കുന്നത് എന്ന അർത്ഥം ട്ടോ. അടുത്തത് എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്. നക്ഷത്രങ്ങളെയും പ്രപഞ്ചങ്ങളെയും കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന പഠനശാഖ. അസ്ട്രോണമർ. ഏതാണ്? അസ്ട്രോണമർ. എ ആണ്. അസ്ട്രോണമർ. എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദി
യൂണിവേഴ്സ്. മനസ്സിലായോ? പ്രപഞ്ചത്തെയും നക്ഷത്രങ്ങളെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആസ്ട്രോണമർ എന്ന് പറയുന്നത്. ഇനി അസ്ട്രോനട്ട്. അസ്ട്രോനട്ട് എന്താണ്? ബഹിരാകാശ യാത്രികനാണ്. ബഹിരാകാശ യാത്രികൻ ആണ്. ബഹിരാകാശ യാത്രികനാണ് ആസ്ട്രോനട്ട്. ഇനി അസ്ട്രോളജിസ്റ്റ്. അസ്ട്രോളജർ ആരാ? അസ്ട്രോളജർ ജ്യോതിഷം പറയുന്നവൻ അല്ലെ. അസ്ട്രോളജർ ആരാണ്? ജ്യോതിഷം പറയുന്നവനാണ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതെല്ലാം നോക്കി വെക്കുക. അപ്പൊ നമ്മള് ഓരോരോ ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പഠിച്ചത്? ബ്ലൂ ബ്ലഡ് അല്ലെ. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് തരാം അല്ലെ. ബ്ലൂ ബ്ലഡ് ഇഡിയം പഠിച്ചു. എന്താണ് ബ്ലൂ ബ്ലഡ് പറഞ്ഞ? റോയൽ ബ്ലഡ് അല്ലെ. ബ്ലൂ ബ്ലഡ് എന്താണ്? റോയൽ ബ്ലഡ്, രാജകീയ കുടുംബത്തില് ജനിച്ച വംശക്കാരൻ അല്ലെ. അരിസ്റ്റോക്രാറ്റ് എന്ന് പറയും അല്ലെ. ബ്ലൂ ബ്ലഡ് എന്താ പറഞ്ഞത്? റോയൽ ബ്ലഡ്, അരിസ്റ്റോക്രാറ്റ്. ഹി ബിലോങ്സ് ടു എ ബ്ലൂ ബ്ലഡ് ഫാമിലി. അതിൽ നമ്മൾ പഠിച്ചത്. പിന്നെ രണ്ടാമത് എന്താ നമ്മൾ പഠിച്ചത്? കണ്ടീഷണൽ സെന്റൻസ് പഠിച്ചു അല്ലെ. തേർഡ് കണ്ടീഷണൽ സെന്റൻസ് പഠിച്ചു. അതിന്റെ സ്ട്രക്ചർ എപ്പോഴും എങ്ങനെയാണ്? ഇഫ് പ്ലസ് എങ്ങനെയാണ് സെന്റൻസില്? ഓക്കെ, നമ്മൾ എങ്ങനെയാണ് വരിക? ഇഫ് അല്ലെ. ഫസ്റ്റ് ഇഫ് വന്ന് ഹാഡ് പ്ലസ് V3 ഫോം വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3. ഇത്രയേ ഉള്ളൂ. പഠിക്കാൻ. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3. അത്രയാണ് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് ഇവിടെ ഇഫ് ക്ലോസ് ആണ്. ഇവിടെ ഇഫ് ക്ലോസ്, ഇത് മെയിൻ ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഓഫ് വിച്ച് പഠിച്ചു അല്ലെ. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് അല്ലെ. പ്രൗഡ് ഓഫ് അല്ലെ. പ്രൗഡ് ഓഫ് എന്താണ്? ഓഫ് വിച്ച്. ഫോണ്ട് ഓഫ് വിച്ച് അല്ലെ. അതുപോലെ അഫ്രൈഡ് ഓഫ് വിച്ച്. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോ നമ്മൾ അതില് റിലേറ്റീവ് പ്രോനൗൺ പഠിച്ചില്ലേ? നമ്മൾ എന്താ പഠിച്ചത്? ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. അതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോ അവിടെ പ്രൗഡ് ആണ് അല്ലെ. പ്രൗഡ് ഓഫ്, ഒരു പ്രൗഡ് ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. ആ പ്രൗഡ് ഓഫ് എന്ന് പറയുമ്പോ എന്താണ്? ഓഫ് വിച്ച്. ഇനി ഫോണ്ട് ഓഫ് വിച്ച്. മനസ്സിലായോ? ഓഫ് വിച്ച്. അഫ്രൈഡ് ഓഫ് വിച്ച്. മനസ്സിലായോ? ഇത് ഫ്രേസ് വരും അല്ലെ. ഇത് ഫ്രേസ്, ഇത് കറക്റ്റ് ഫോം ഉണ്ടോ. ഇത് കറക്റ്റ് ഫോം ആയിട്ട് വരും. മനസ്സിലായോ? എന്നാൽ ഒരു ഓപ്ഷൻ തരാം, ഒരു ക്വസ്റ്റ്യൻ തരാം. ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് ഹി ലിവ്സ്. ഇവിടെ എന്ത് വരും? ഇവിടെ ഏത് റിലേറ്റീവ് പ്രോനൗൺ വരും? ദിസ് ഈസ് ദ ഹൗസ് in which എന്താണ്? in which he lives. കേട്ടോ. this is the house in which he lives. പിന്നെ നമ്മള് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞു. ഡോണ്ട് പ്ലസ് വെർബ് അല്ലെ. ഡോണ്ട് പ്ലസ് വെർബ് വന്നു കഴിഞ്ഞാൽ എന്താകണം? നോട്ട് ടു പ്ലസ് വെർബ് ഫോം ആകണം. ഡോണ്ട് പ്ലസ് വെർബ് ഫോം വന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ടു പ്ലസ് വെർബ് ആയി മാറണം. അതേപോലെ നമ്മൾ എബേറ്റ് അല്ലെ. കുറയുക എന്ന അർത്ഥത്തിൽ നമ്മൾ നോക്കി. എബേറ്റ് പറഞ്ഞ എന്താണ്? കുറയുക എന്ന അർത്ഥത്തിൽ നോക്കി. റെയിൻ എബേറ്റ്സ് അല്ലെ. മഴ തീരെ കുറഞ്ഞു, മഴ ശമിച്ചു. റെയിൻ എബേറ്റ്സ്. അതുപോലെ തണ്ടർ, ഇടിമിന്നലും ഒക്കെ. തണ്ടർ തണ്ടർ എബേറ്റ്സ്, റെയിൻ എബേറ്റ്സ്. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. പിന്നെ ഇനോറമസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിമിനിറ്റീവ് ആണ് അല്ലെ. ഇനോറമസ് പറഞ്ഞാൽ വളരെ വലുത്, ഡിമിനിറ്റീവ് പറഞ്ഞാൽ വളരെ ചെറുത്. അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുത്തു. അതുപോലെ തന്നെ അഫർമേറ്റീവ് സെന്റൻസിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ വിട്ടാണ് ഞാൻ ആ സ്ലൈഡ് കാണിക്കാത്ത കേട്ടോ. അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്.
പോസിറ്റീവ് സെന്റൻസ് ആണ് അഫിർമേറ്റീവ് സെന്റൻസ്. ഓക്കെ, ആ നെഗറ്റീവ് സെന്റൻസുകൾ നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? നെഗറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഹാർഡ്ലി അല്ലേ, ഹാർഡ്ലി, പിന്നെ സ്കെയർസ്ലി, സ്കെയർസ്ലി, SCARCELY കേട്ടോ, സ്കെയർസ്ലി, പിന്നെ ഫ്യൂ അല്ലേ, ഫ്യൂ, പിന്നെ ലിറ്റിൽ, നെവർ, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ നോക്കി, ദേ അല്ലെ, നോബഡി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ടാഗ് എന്തായിരിക്കണം? ദേ ആയിരിക്കണം. നോബഡി, സംബഡി, എവരിബഡി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ടാഗ് ദേ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ആസ്ട്രോണമർ പറഞ്ഞാൽ എന്താണ്? സ്റ്റാർസ്, സയന്റിസ്റ്റ് അല്ലെ, നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും ബ്രഹ്മാണ്ഡം അല്ലെ, പ്രപഞ്ചത്തെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആസ്ട്രോണമർ എന്ന് പറയുന്നത്. എന്നാൽ സ്പേസ് ട്രാവലർ, ബഹിരാകാശ യാത്രികന് ആസ്ട്രോനട്ട് എന്ന് പറയും കേട്ടോ. എന്താണ് സ്പേസ് ട്രാവലർ, അതായത് ബഹിരാകാശ യാത്രികനെ പറയുന്ന പേരാണ് ആസ്ട്രോനട്ട് കേട്ടോ, ആസ്ട്രോനട്ട്. എന്നാൽ ഹൊറോസ്കോപ്പ്, എന്താ ഹൊറോസ്കോപ്പ്? ജ്യോതിഷം അല്ലെ, ജ്യോതിഷ ശാസ്ത്ര പഠനമാണ് അസ്ട്രോളജർ പഠിക്കണേ. ഇത്രയും കാര്യങ്ങള് ഈ ക്വസ്റ്റ്യൻസിന് എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്തു തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പ്ലനേഷൻ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇതിന്റെ കൂടെ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇഡിയം പഠിച്ചില്ലേ, ഇഡിയം പഠിച്ചു, ബ്ലൂ ബ്ലഡ് എന്ന് പഠിച്ചു, അതേപോലെ അതിന്റെ കൂടെ ഒരു 4-5 എണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒപ്പം തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഒരു ഇഡിയം വരുമ്പോൾ അതിന്റെ കൂടെ ഒരു 4-5 എണ്ണം പ്രീവിയസ് ആയിട്ടുള്ള ഇഡിയം കൂടി നമുക്ക് പഠിച്ചു പോകാം, ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു പോകാം. അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പോവാം. താല്പര്യമുണ്ടെങ്കിൽ താഴെ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക, ചാനലിന് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എങ്കിൽ കാണാം. ബൈ.